ഇന്ന് ഇക്കല്ലാതെ ഞാനൊരു സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. അപ്പോൾ കൂടെ ഉള്ളത് പിന്നെ ആരാന്ന് ചോദിക്കൂലേ. സംഭവം എന്താ വെച്ചാൽ ഇക്കന്നെ ആക്കി തരാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. ഞങ്ങളിന്ന് ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചിട്ടുള്ള സ്റ്റേക്കേഷനാണ്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഇത് പ്ലാൻ ചെയ്യുന്നത്. അവസാനം സംഭവിച്ചിരിക്കുകയാണ്. ലേഡീസ് ട്രിപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലേ, നടന്നാൽ തന്നെ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഇത് പ്ലാൻ ചെയ്തത് നുസിയായിരുന്നു കേട്ടോ. പക്ഷെ ഓള് കാലൊടിഞ്ഞ് കിടപ്പിലാണ്. പിന്നെ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്ന തെസ്രിത്താണ് കേട്ടോ. തെസ്രിത്താൻ്റെ മദറിലോ മരിച്ചു കാരണം തെസ്രിത്താക്കും വരാൻ പറ്റിയിട്ടില്ല. അത് പിന്നെ അങ്ങനെയാണല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ അത് അങ്ങനെ തന്നെ നടന്നോളന്നില്ല. നടന്നാൽ നടന്നു അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താണെങ്കിലും ഒന്ന് കൂടിയതാണ് കേട്ടോ. രഹനത്ത് പിന്നെ സ്റ്റേ അല്ല കേട്ടോ, ഞങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂല അല്ലേ. ഒരേ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരേ വൈബ് എന്നൊക്കെ പറയില്ല. അങ്ങനെയുള്ളവരാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ ഞങ്ങളിതുപോലെ മീറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്കിലുണ്ടല്ലോ നല്ല അടിപൊളി കായലാണ് കേട്ടോ. പിന്നെ ഈ കായലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ബീച്ച്. മീൻ പിടിക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ ആളുണ്ടല്ലോ നെറ്റ് ഇതിലിട്ട് അപ്പം തന്നെ വലിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ഇതിൽ എത്രങ്ങാനും മീനാണ് കുടുങ്ങിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത്ര അടുത്ത് മീൻ പിടിക്കുന്നത്, പ്രൊഫഷണലായിട്ട് കാണുന്നത്. എന്താ അല്ലേ, ഫ്രഷായിട്ട് മീൻ പിടിക്കുന്നു, അതുപോലെ അവർക്ക് ഫ്രഷായിട്ട് മീൻ തിന്നുകയും ചെയ്യുക. ഓലേക്കൊരു ഒരു ഭാഗ്യം. നമ്മളിവിടെ വല്ലയിടത്തും ജനിച്ചാൽ മതിയെന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്കിത് കണ്ടപ്പോൾ. ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചീഞ്ഞ മീനൊക്കെയാണ് കിട്ടുക, നല്ല ഫ്രഷ് മീൻ കിട്ടലില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ എനിക്ക് മീൻ വെറുത്തത്. ഇതുപോലെ ഫ്രഷ് മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതാല്ലേ. ഇനിയിപ്പോൾ താമസം അങ്ങോട്ട് മാറ്റേണ്ടി വരും, അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല. ആള് പിന്നെയും വീണ്ടും അടുത്ത വല ഇടാൻ പോയിട്ടുണ്ട് കേട്ടോ. ആഹാ എന്താ രസമല്ലേ. പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് ബദാം മരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ. അപ്പോൾ നിഷാനൊക്കെ ഉണ്ടല്ലോ ഒരു പഴുത്ത ബദാം കിട്ടിയിട്ടുണ്ട്. ഓളത് കുത്തിപ്പൊളിക്കുക കേട്ടോ. കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ചെയ്തിരുന്ന പണിയാണല്ലോ ഇത്. ബദാം കുത്തിപ്പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പരിപ്പാണ്ടാവുക, തിന്നാൻ എത്രങ്ങാനും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ.